ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ അധികം സാധനങ്ങളൊന്നുമില്ലാതെ ഒരു കുക്കറിൽ ടേസ്റ്റിയായ കുഴിമന്തി തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടോളൂ. ഇവിടെ ഈ കുഴിമന്തി തയ്യാറാക്കുന്നത് എൻ്റെ കെട്ടിയവനാണ്. ഒരു ഫയർഫോഴ്സിൽ നിന്ന് എപ്പോഴും കുഴിമന്തി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസിൽ ഇവിടെ ആക്കി നോക്കാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. നന്നാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉണക്കിയ ചെറുനാരങ്ങയും പട്ട, ഗ്രാമ്പൂ, ഏലക്കായ. ഇതാണ് നമുക്ക് റൈസിൽ വേണ്ട സാധനങ്ങൾ. ഇനി ഇതിൻ്റെ കൂടെ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ട സാധനങ്ങളാണ് എടുത്തു വെച്ചേക്കുന്നത്. തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും. കുഴിമന്തി ഉണ്ടാക്കുന്ന അരി ബസ്മതിയുടെ വെള്ള അരിയാണ്. പക്ഷെ നമുക്കിന്നിവിടെ വെള്ള അരി കിട്ടിയില്ല, ഒരു മഞ്ഞ കളറുള്ള അരിയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ഈ അരി വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നും മേടിൻ്റെ സ്റ്റേഷനിൽ കുഴിമന്തിയാണെന്നാണ് പറയാറ്. നല്ല ടേസ്റ്റുള്ള കുഴിമന്തി അവിടെ ഉണ്ടാക്കാറ്, എളുപ്പമാണ്. അത് നമുക്കിന്ന് ഇവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുവാണ്. അവിടെ കുഴിമന്തി ഉണ്ടാക്കുമ്പം കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും. അപ്പം കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയാവുമെന്നറിയില്ല. എളുപ്പമാണെന്നാണ് പറഞ്ഞത്. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ല റൈസിന് വേണ്ട സാധനങ്ങളൊക്കെ. അതൊക്കെ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചത്. അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇതിനോടൊപ്പം ചേർക്കുന്നില്ല. അത് ഇറച്ചി വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ വേവിക്കുക ചെയ്യുന്നത്. ഇവിടെ 1 ഗ്ലാസ് അരിക്ക് 3/4 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. അവരുടെ സ്റ്റേഷനിൽ അവർ 10 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഈ കുഴിമന്തി ഉണ്ടാക്കാറ്. നമ്മളെ വീട്ടിലുള്ള സാധാരണ 10 ലിറ്റർ ഒന്നും ഉണ്ടാവില്ലല്ലോ, 5 ലിറ്ററിലേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റയടിക്ക് കുക്കറിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുഴിമന്തിയുടെ റൈസ് ഈ കലത്തിൽ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തത് പൊടിക്കാത്ത മല്ലിയും കുരുമുളകും കുറച്ച് ചേർത്ത് കൊടുത്തതാണ്. ചോറിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള പട്ടായും ഗ്രാമ്പുവും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് കഴിയുമ്പം അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് അധികം വെന്ത് പോകുന്നതിന് മുന്നേ അത് ഊറ്റി മാറ്റണം. ആദ്യം കുക്കറിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചേർക്കുന്നത് മന്തി മസാലയാണ്. അപ്പം നമ്മളിനി ഇറച്ചി വേവിച്ചെടുക്കണം. അതിന് നമ്മൾ 10 ലിറ്ററിൻ്റെ കുക്കറില്ലാത്തത് കൊണ്ട് 2 കുക്കറിലേക്കായിട്ടാണ് ഇവിടെ നമ്മൾ ഇറച്ചി വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ ഇറച്ചിയോടൊപ്പം കുറച്ച് റൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വൃത്തിയാക്കി വെച്ച ഇറച്ചി ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. 10 ലിറ്ററിൻ്റെ കുക്കറില്ലാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞു 2 കുക്കറിലേക്കായിട്ടാണ് നമ്മൾ ഇറച്ചി വേവിച്ചെടുക്കുന്നത്. സാധാരണ പച്ചമുട്ടയിലും ആക്കുന്നത്, ഇത് നമ്മൾ പുഴുങ്ങിയ മുട്ടയിലാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പുഴുങ്ങിയ 4 മുട്ടയാണ്. മുട്ടയിട്ട് വെളുത്തുള്ളി ഇട്ടോ, ഇതൊന്നും ഞാൻ പറയുന്നതായിരിക്കില്ല. വിനാഗിരി വെച്ചിനാ ഇല്ല, മറ്റേ ഓയിലെടുത്തോ. സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പമേ ചേർത്ത് കൊടുക്കാവൂ.
ഇതുകൊണ്ട് നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കാം. തക്കാളി ചട്നിയിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും തക്കാളിയാണ്. അങ്ങനെ എല്ലാം തയ്യാറാക്കി നമ്മൾ ടേബിൾ മേൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയായി തന്നെ കിട്ടീന്. പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല, ഒന്നും ഫൗളായി പോയിട്ടൊന്നുമില്ല, അടിപൊളിയായിന്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ഫ്ലേവർ തന്നെ നമുക്കിവിടെ തയ്യാറാക്കാൻ പറ്റീന്. ചോറൊക്കെ കണ്ടില്ലേ, വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇറച്ചിയാണെങ്കിലും അങ്ങനെ നല്ലപോലെ വിട്ട് വരുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കാണാൻ തന്നെ ഭംഗിയുണ്ടായിരുന്നു, കഴിക്കാനും അതിലേറെ ടേസ്റ്റി ആയിരുന്നു. ഇതാണ് തക്കാളി ചട്നി, ഇത് മയോണൈസ്. മക്കൾക്കെല്ലാം ഫസ്റ്റ് നമ്മൾ കഴിക്കാൻ കൊടുത്തു. അതിന് ശേഷമാണ് നമ്മളിരുന്നത്. പിള്ളേർക്ക് കുറച്ച് എരിവ് കൂടിപ്പോയി. ഇപ്പോഴത്തെ മുളകിന് എന്താണെന്നറിയില്ല, ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ്. മയോണൈസൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. മയോണൈസ് തികഞ്ഞില്ല. തിരക്ക് പിടിച്ചിട്ടുണ്ടാക്കിയ ഒരു കുഴിമന്തിയാണിത്. അതുകൊണ്ട് വീഡിയോ മൊത്തത്തിൽ പ്രോപ്പറായി എടുക്കാൻ പറ്റിയില്ല. മൊത്തം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ മുഴുവനായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.